ഡോക്ടർ PKP മഹമ്മൂദ് അനുസ്മരണവും സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സൽസബീൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മുൻ പ്രസിഡന്റും ആതുര സേവന രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ഡോക്ടർ PKP മഹമ്മൂദ് അനുസ്മരണ ദിനത്തോട് അനുബന്ധിച്ച് സൽസബീൽ പബ്ലിക് സ്കൂളിൽ വെച്ച് സൗജന്യ കണ്ണ് ദന്ത പരിശോധന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ മനു മാത്യു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CC മാമു ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ KP അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സുനിൽ ബാബു EN മുഖ്യപ്രഭാഷണം നടത്തി. CI സുരേഷ് EP സമ്മാനദാനം നിർവഹിച്ചു. സോഫിയ BP, OV മുഹമ്മദ് ഹുസൈൻ, KP അബ്ദുൾ നസീർ, മുഹമ്മദ് റാഫി K, ബിന്ദു PV, VP സമദ്, KP ഹക്കീം തുടങ്ങിയവർ ആശംസാ പ്രഭാഷണം നടത്തി. UP അബ്ദുൾ റഹ്മാൻ നന്ദി അറിയിച്ചു. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ, നമുക്കൊരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നമ്മുടെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. ഡോക്ടർക്ക് അത് ആവശ്യമില്ല. 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങി അദ്ദേഹത്തിന് പറയും. ഇത് മാത്രമല്ല, നമ്മുടെ ഉറക്കം കണ്ടിന്യൂസ് ആയിരിക്കണം, തുടർച്ചയായി ഉറക്കമായിരിക്കണം. 1.5 മണിക്കൂറെങ്കിലും നമ്മൾ തുടർച്ചയായി ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെയൊരു 4-5 സ്ലീപ്പ് സൈക്കിൾ പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് 24 മണിക്കൂറും സാധാരണ പ്രവർത്തിക്കാൻ പറ്റും. ഇതിന്റെ തന്നെ അപവാദമായിരുന്ന ഡോക്ടർ ഒരു പേഷ്യന്റ് വന്നു, രാത്രിയാണ് 3 പേഷ്യന്റ് വരുന്നെങ്കിൽ തന്നെ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വരുന്നെങ്കിൽ തന്നെ സ്ലീപ്പ് സൈക്കിളോടെ പോകും. പക്ഷെ അദ്ദേഹം അതൊക്കെ വളരെ സ്നേഹത്തോടെ ഒരു കടമയോടെ അദ്ദേഹം അത് മാനേജ് ചെയ്തു. ഒരു പക്ഷേ അദ്ദേഹം
ഒരു വൈദ്യശാസ്ത്രത്തിന്റെ സാധാരണ നിർവചനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യനെ സാധാരണ മനുഷ്യനേക്കാളും ഉയർന്ന തലത്തിലുള്ള വരങ്ങൾ കിട്ടിയ മനുഷ്യനാണെന്ന് ചിന്തിക്കാൻ എന്നെയൊക്കെ പ്രേരിപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു. മറ്റൊന്ന്, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബം എന്ന നിലയിൽ ഡോക്ടറെ എങ്ങനെയാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഞാനൊക്കെ MBBS പഠിക്കാൻ പോകുന്ന കാലം തന്നെ ഡോക്ടറെ അടുത്ത് മാത്രമേ പോയിട്ടുള്ളൂ, എന്നെ കൊണ്ടുപോയിട്ടുള്ളൂ, അതിന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പനിയാണ്, ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഹാജിക്ക് പറഞ്ഞ പോലെ മരുന്ന് എത്തിത്തരും, രാവിലെ വെച്ചിട്ട് വൈകുന്നേരം പറയും. രണ്ടാമത് ചോദിക്കുന്നതിന് ഡോക്ടർക്ക് ദേഷ്യമാണ്. പക്ഷെ അത്രയും തിരക്കാണ് ആൾക്കാർ, ക്യൂ ആയിട്ട് പിടിച്ചു കയറി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഉറപ്പായിരിക്കും രാവിലെ വെച്ചിട്ട് വൈകുന്നേരം മരുന്ന് പോയി വീട്ടിൽ കൊണ്ടേ കഴിക്കുന്നു. രാത്രിയിൽ ശക്തമായിട്ടുള്ള പനിയാണ്, പപ്പയോട് പറയുന്നത് ഭയങ്കര തലവേദനയാണ്. ഡോക്ടറെ കാണിച്ചല്ലേ, മരുന്ന് എന്താല്ലേ കഴിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അത് മൂന്നാമത്തെ ദിവസമാകുന്നു, രണ്ടാമത് ചെല്ലുന്നു, അസുഖം കുറവുണ്ട്, 2 ദിവസത്തേക്ക് മരുന്ന് വരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, പിന്നെ ഈ ഡോക്ടറെ ചികിത്സിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് മരുന്ന് കൊടുത്തു, ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു കുറവുമില്ല, മരുന്ന് ഒരു കുറവില്ല, മരുന്ന് ഒരു പ്രാവശ്യം കൊടുത്തുള്ളൂ, ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ അത് ഞാൻ പഴയ ആൾക്കാർ കണ്ടതിന് നോക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അതുപോലെ ജനേറ്റിയും ഒരു തവണ ഒരു ഉറുമ്പൊക്കെ പഠിച്ചു ശരിയും പോലെ ചേർത്തിരിക്കുകയാണ്. ഡോക്ടറെ അടുത്തോടെ മരുന്ന് തിരിച്ചു വീട്ടിലും പബ്ലിക് ക്ലിനിക്കിൽ ഒരു ദിവസമില്ല. അപ്പൊ അവിടെ ഒരു ഗസ്റ്റുകളായിരുന്നു, ഇതെന്താ എങ്ങനെ ഇരിക്കുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? ഇല്ല, ഹോസ്പിറ്റലിൽ കൊണ്ട് മരുന്ന് തന്നു, കുറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, അത് കുറയുകയും ചെയ്യും. അപ്പോ ജനങ്ങൾക്ക് അദ്ദേഹം ഈ വളർത്തിയെടുക്കുന്ന ഈ ട്രസ്റ്റ്, ഈ വിശ്വാസത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇത്രയും നീണ്ട കാലത്തെ പ്രവർത്തന പരിചയത്തിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ഉറപ്പാണ്. ഈ അസുഖം ഇങ്ങനെയായിരിക്കും, അതിങ്ങനെ വേണ്ടതുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ ഉറപ്പാണ് ഈ ജനങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമായിട്ട് പരിഗണിച്ചത്. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കാൻ നമുക്കുണ്ടായിരിക്കുന്ന ഒരു അവസരത്തെ നമ്മൾ എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിലാണ് ഞാനത് ചോദിക്കുന്നത്. ഈ പൈപ്പോയി 10ാം വാർഡിലുള്ള മെയിൻ റോഡിൽ ഇങ്ങോട്ടുള്ള കവാടത്തിൽ വോയിസ് ഓഫ് അടുത്ത ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ PKT മെഹ്മൂദ് റോഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഓപ്പോസിറ്റിലേക്കുള്ള സ്ട്രീറ്റിൽ ഡോക്ടർ PKT മെഹ്മൂദ് സ്ട്രീറ്റ് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നൊരു കാലത്ത് അദ്ദേഹത്തിന്റെ പേര് വഹിക്കുന്ന ഒന്നും അദ്ദേഹം ജീവിച്ചിരുന്ന ചെങ്ങളായി പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാന കർമ്മമണ്ഡലമായ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ശ്രീകണ്ഠപുരം ടൗണിൽ. അപ്പോ അധികാരികള് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഔദ്യോഗികമായിട്ട് തന്നെ പേര് കൊടുക്കുകയോ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ഒരു സ്കോളർഷിപ്പ് പോലെ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മഹത് കാര്യങ്ങൾ ഇനിയും വരുന്ന തലമുറകൾ അറിയണമെന്ന നിർബന്ധത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നൊരാവശ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. കാര്യം മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള റോഡുകൾ കുറെ സർവകലാശാലകൾക്കും റോഡുകൾക്കും കൊടുക്കുന്നത് അത് മഹാത്മാഗാന്ധി മരിച്ച ശേഷം അദ്ദേഹം അത് അതിന് സന്തോഷിക്കുന്നുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം, ആശയങ്ങൾ അതൊക്കെ വരും തലമുറകളും മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്ന അർത്ഥത്തിലാണ്. ഈ ഡോക്ടറുടെ ഗുണങ്ങൾ എല്ലാ ഗുണങ്ങളും ആർക്കും അനുകരിക്കാൻ പറ്റും. പക്ഷെ കൃത്യനിഷ്ഠ പലർക്കും അനുകരിക്കാൻ പറ്റും. അദ്ദേഹത്തെ ഒരു ഡോക്ടർ എന്ന നിലയിൽ പോലും മറ്റു ഡോക്ടർക്ക് തീർച്ചയായിട്ടും അനുകരിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്ന പ്രോഗ്നസ് തീർച്ചയായിട്ടും അനുകരിക്കാൻ പറ്റും. ടൈം മാനേജ്മെന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും മറ്റു ഡോക്ടർക്ക് അനുകരിക്കാൻ പറ്റും. അതുപോലെ ഈ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇവിടെ തുടങ്ങുമ്പോൾ 21 വർഷം കൊണ്ട് തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇത്രത്തോളം ഉപകാരപ്പെടുമെന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അത് മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീർഘദർശനം ഇനിയും പല മേഖലകളിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതുണ്ട്. ശ്രീകണ്ഠപുരം പഴയ പ്രകാശഭവന്റെ അപ്സ്റ്റേർ പുറകുവശമായിട്ട് ഒരു ആശുപത്രി ഉണ്ടായിരുന്നു. ആ ആശുപത്രിയാണ് എന്റെയൊക്കെ മെഡിക്കൽ കോളേജ്. എന്റെ മാത്രമല്ല, മലപ്പട്ടം, പയ്യാവൂര്, ശ്രീകണ്ഠപുരം, നടുവിൽ, ചെങ്ങളായി, കുരുമാത്തൂർ തുടങ്ങിയ നമ്മുടെ ഈ മലയോര പിന്നോക്ക മേഖലയുടെ സാധാരണക്കാരായി ചെയ്യേണ്ട എല്ലാവരുടെയും മെഡിക്കൽ കോളേജ്. അവിടെ ഒരു പ്രിൻസിപ്പൽ, ഒരു HOD, ഒരു ഫിസിഷ്യൻ, ഒരു ഫാർമസിസ്റ്റ്, ഒരു സ്വീപ്പർ, ഇവയെല്ലാം കൂടി
ഒരു ഓൺലൈൻ ഷോ നടത്തുന്നൊരു അധികാരിയുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇന്നിവിടെ അനുസരിക്കപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ മഹമ്മദ്. അദ്ദേഹത്തെ പറ്റിയുടെ മുമ്പ് സംസാരിച്ച എല്ലാവരും ഒരുപാട് പറഞ്ഞിട്ടെങ്കിലും സമയമുണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് സംസാരിക്കാനുണ്ടായിരിക്കും എല്ലാവരും. നമുക്കത് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരും ഏകദേശം ഒരു 40 വയസ്സിന് മുകളിൽ 40-45 വയസ്സിന് മുകളിലുള്ള ഞാൻ പറഞ്ഞ പ്രദേശങ്ങളിലെ ആൾക്കാർ ആരും തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം നിയന്ത്രിക്കാതെ, അദ്ദേഹത്തിന്റെ തലോളം അദ്ദേഹത്തിന്റെ സ്പർശം എടുക്കാതെ കടന്നുപോയതെല്ലാം ഒറ്റ കുട്ടിയും നമ്മുടെ ഈ മേഖല ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് പറയാം, അന്നത്തെ കാലത്തെ ആദ്യ സേനകൾക്കുള്ള പിന്നോക്കാവസ്ഥയിൽ നിന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇന്നിവിടെ ജീവനോടെ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് പ്രധാനമായ പങ്കുവഹിച്ച ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ മഹമ്മദ്. അദ്ദേഹത്തിന്റെ ഈ ആയിരിക്കുന്ന ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ എന്റെ ഒരു സൗഭാഗ്യമായി കരുതുന്നു. കാരണം ഈ സ്ഥാപനത്തിലുള്ള ഓരോ വിജയത്തിനും, അതുകൂടാതെ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഏത് സന്തോഷകരമായ ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും ആദ്യം അപ്പൊ വീടിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആദ്യം ഏറ്റവും ആദ്യം നമ്മുടെ സ്കൂളിന് അപ്ലിക്കേഷൻ കിട്ടിയപ്പോഴും അതുപോലെ ആ സമയത്ത് അപ്ലിക്കേഷൻ കിട്ടിയപ്പോഴും അതിന് ഇവിടെ സ്കൂളിൽ എന്ത് സന്തോഷകരമായ കാര്യം നടന്നു കഴിഞ്ഞാലും, നമ്മുടെ ഫാമിലിയിൽ എന്ത് സന്തോഷകരമായ കാര്യം നടന്നു കഴിഞ്ഞാലും ആദ്യം ഇപ്പൊ വീടിനോട് പറയുന്ന ഒരു കാര്യം, ബിബി ടീച്ചർ വിളിക്കുകയും, ടീച്ചർ എന്ന് പറയാൻ നമ്മുടെ സെൻസബിൾ ഗേൾസ് ഓഫ് ലേണിന്റെ നട്ടല്ലേ എന്ന് പറയാൻ നമ്മുടെ സ്വന്തം സൈലബ ടീച്ചറാണ്. ടീച്ചറെ വിളിക്കുകയും, കാരണം ഇത് കുട്ടികൾക്ക് എന്താ ഇഷ്ടത്തെ ചെയ്യാം അത് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. കാരണം ആ സന്തോഷം ആദ്യം പങ്കിടുന്നത് സ്വന്തം വ്യക്തി ജീവിതത്തിലായാലും എന്തായാലും ആ സന്തോഷം ആദ്യം പങ്കിടുന്നത് ഈ സ്ഥാപനവുമായിട്ടായിരുന്നു. സെൻസബിൾ, സ്ട്രൈറ്റ് പാർക്ക്, നേർവഴി അതുപോലെ തന്നെയാണ് ഇന്നുവരെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. ലവ് ആൻഡ് ഡിഫീറ്റ്, സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്തുക, ആ സിദ്ധാന്തമാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്. അതിലൂടെ തന്നെയാണ് ഞാൻ അടക്കമുള്ള ഞാൻ വർക്ക് ചെയ്തപ്പോഴുണ്ടായിരുന്ന എന്റെ സഹപ്രവർത്തകരും നീങ്ങിയിരുന്നത്. ഇതേ ചോദ്യം ഞാൻ പലപ്പോഴും ഞാനും പറയാറുണ്ടായിരുന്നു. ആപ്പാക്ക് 24 മണിക്കൂർ കൂടുതൽ കുറച്ചോ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിലും അപ്പൊ വളരെയധികം തിരക്ക് പിടിച്ച ഒരു സമയത്താണെങ്കിൽ പോലും നമ്മൾക്ക് ഒരിക്കൽ പോലും അയ്യോ അത് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട സമയം കിട്ടി അപ്പഴത്തേക്ക് നമുക്ക് ഇന്നലെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇടയ്ക്കൊക്കെയുള്ള നമ്മുടെ പാപ്പിനിശ്ശേരിയിലേക്കുള്ള യാത്ര നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ പാപ്പിനിശ്ശേരിയിലേക്കുള്ള യാത്ര നമുക്ക് എപ്പോഴാണ് നമുക്കൊരു ആഗ്രഹം പോകുന്നത് അപ്പോഴൊക്കെ. അതുകൂടാതെ കണ്ണൂർ വരുന്ന ഒരു ഫ്ലവർ ഷോ, മറ്റുള്ള എക്സിബിഷൻ, സർക്കസ്, അതുപോലെ പിന്നെ ചെറിയ ചെറിയ റെസ്റ്റോറന്റ് സന്ദർശനം, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ കൃത്യമായിട്ടും ഞങ്ങൾക്ക് എല്ലാം നമ്മൾക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കയറി തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻട്രൽ ഹാളിൽ നമ്മുടെ TV-യിൽ വളരെ ചിലപ്പോൾ ന്യൂസ് ആയിരിക്കാം, ചിലപ്പോൾ വളരെ ഡിബേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ കോമഡി ഫിലിം ആയിരിക്കാം, എന്തായിരിക്കാം. അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ സെൻട്രൽ ഹാളിലാണ് ഉണ്ടാവുക. കാരണം അവിടെ ഇരുന്ന് അതിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരുപാട് ഒരുമിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും നമ്മൾക്ക് അയ്യോ നമുക്ക് സമയം നമുക്ക് കിട്ടിയില്ലല്ലോ, അത് ചെയ്തു തന്നിട്ടില്ലല്ലോ എന്ന് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ 6ാം ചരമദിന അനുസ്മരണ ദിനം നമ്മൾ ആചരിക്കുന്നത് ഈ വർഷം ഇവിടെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടാണ്. അതിന് നമ്മുടെ ഏറ്റവും സഹായിച്ചത് കണ്ണൂര് കൊയിലി ഹോസ്പിറ്റലിൽ ദിവസം കഴിഞ്ഞ മാസം ആരംഭിച്ച മദർ ഹോസ്പിറ്റലാണ്. അവരോടുള്ള കടപ്പാട് ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്കും സബ്സിഡി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ജനറൽ ബോഡി അംഗം എന്ന നിലക്കും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എത്തിയ എല്ലാവരെയും
ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഡോക്ടറെ അങ്ങേയറ്റം ആദരവോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ശോഭനമാവട്ടെ ആമേൻ എന്ന പ്രാർത്ഥനയോടെ അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കളെ ഒരു സുദീർഘമായ പ്രസംഗത്തിനല്ല, കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഇന്നൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. നമ്മുടെ മദർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ദന്തപരിശോധനയും അത് കണ്ണു പരിശോധനയും നടത്തുന്നു. ആവശ്യമായ നിർദ്ദേശങ്ങൾ തരികയും അതിനാവശ്യമായ മറ്റു കാര്യങ്ങൾ ചെയ്തു തരാനും അവരെപ്പോഴും തയ്യാറായിട്ടുള്ളവരാണ്. ഇവർ ആതുര സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിച്ച ഒരു ഹോസ്പിറ്റലാണ് മദർ ഹോസ്പിറ്റൽ. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇവിടെ സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെയൊക്കെ അവിടെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം അവിടെ മനസ്സിൽ എപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ സഹായത്തോടുകൂടിയാണ് ഇന്ന് ഈ ക്യാമ്പ് നടക്കുന്നത്. അതുപോലെ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും പറഞ്ഞാലും തീരാത്ത വിശേഷമുള്ളൊരു ആളാണ് ഡോക്ടർ PKP മുഹമ്മദ്. ഞാൻ ഡോക്ടറുമായി അടുത്ത ബന്ധമുണ്ടായത് 1991 സൽസബീൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ ഒരു നിഴൽ പോലെ നടക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സൗഭാഗ്യം എന്ന് വെച്ചാൽ ഒരു സർവ്വവിജ്ഞാന കോശത്തോടൊപ്പം പോകുന്ന ഒരു പ്രതിനിധിയാണ് എനിക്കുണ്ടായിരുന്നത്. ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് പഠിക്കുവാനും അത് അദ്ദേഹം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ PKP മുഹമ്മദ് സാർ. ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി ആരെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ തന്നെ ആ സംശയം തീർക്കാൻ കഴിവില്ലാതെ വന്നാൽ ഉടൻ തന്നെ ആ സംശയം തീർക്കാൻ ആവശ്യമായി തോന്നുന്ന പുസ്തകങ്ങൾ വരുത്തിക്കുകയും അത് വായിച്ച് പഠിച്ച് നല്ലൊരു വായനക്കാരനായ ഡോക്ടർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ശ്രീകണ്ഠപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ PKP മുഹമ്മദ്. എന്നാലും ആരെങ്കിലും ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനോ വിളിച്ചാൽ അവിടെ പോവുകയും നല്ല രീതിയിൽ ആ വിഷയത്തെപ്പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുവാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോയിൻ ചെയ്തിട്ട് ആകെ ആയിരിക്കുന്നത് 72 ദിവസം വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. ഈ ചെറിയ കാലഘട്ടം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത എന്റെ മനസ്സിലേക്ക് പതിച്ച ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം ഞാൻ ആഫ്റ്റർ ഒറ്റ വാക്കിൽ ഞാൻ പറയും, ഡോക്ടർ PKP സാർ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനായിരുന്നു. കവികൾ പറയുന്നതാണ്, നിങ്ങൾ ആദ്യം മനുഷ്യനാകുക, മനുഷ്യനാകണം. അതാണ് കവി പാടുന്നത്. മനുഷ്യനാകണം, മനുഷ്യനാകണം, വീണ്ടും മനുഷ്യനാകണം. എന്താ 3 തവണ മനുഷ്യനാകുന്നത്? 3 തവണ എന്തിനു വേണ്ടി മനുഷ്യനാകുന്നു? അത് നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കണം. നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്യൂറായിട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മളെ കേട്ടോ. ഞാനെന്ന് പറയുന്നത് അത് മനുഷ്യജീവിയായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് എത്രയോ ഉത്കൃഷ്ടമായ ഒരു ജന്മമാണ്.
എംസൈൻ മീഡിയ ചാനൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കും ചാനൽ ആസ്വദിക്കാം. നിങ്ങൾക്കായി ഒരു പുതിയ ആൻഡ്രോയിഡ് ടെലിവിഷൻ ചാനൽ എംസൈൻ മീഡിയ. നിങ്ങൾക്കിഷ്ടപ്പെട്ട വിനോദങ്ങളും വിജ്ഞാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. മൊബൈലിലൂടെയും സ്മാർട്ട് ടിവിയിലൂടെയും ഇനി എംസൈൻ മീഡിയ ചാനൽ നിങ്ങൾക്കൊപ്പം. ഡിജിറ്റൽ ക്വാളിറ്റിയോടുകൂടി ഇഷ്ട പ്രോഗ്രാമുകൾ, ചലച്ചിത്രങ്ങൾ, വാർത്തകൾ തുടങ്ങിയവ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ പ്ലേ സ്റ്റോറിൽ നിന്നും എംസൈൻ മീഡിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.